വാർത്താ മലയാളം ന്യൂസിന്റെ പ്രത്യേക അഭിമുഖ പരിപാടിയായ കാൻഡിഡ് ടോക്ക് തുടരുകയാണ്. കാൻഡിഡ് ടോക്കിൽ എന്നോടൊപ്പം അതിഥിയായി ചേരുകയാണ് ശ്രീ PC ജോർജ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൻ്റെ വേറിട്ട മുഖമാണ്. നമ്മൾ ഒത്തിരി അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കണ്ടതാണ്. ഒരു കാലത്ത് കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്ന ഒരു കാലമുണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് KM മാണി സാർ മരിച്ചിട്ട് കുറേ നാളുകളായി. ആ KM മാണി സാറിനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാനായിട്ട് മറ്റൊരു വാതിലിൽ കൂടി ശിവൻകുട്ടിയൊക്കെ ബഹളം വെച്ചപ്പോൾ അതിനെതിരെ നേരിട്ട ഒരു പടനായകൻ കൂടിയാണ് PC ജോർജ്. PC ജോർജ് എന്ന ആ വ്യക്തിത്വത്തെ കേരള രാഷ്ട്രീയത്തിൽ ആരും മറക്കാനിടയില്ല. ഈ അവസരത്തിൽ എന്നോടൊപ്പം ചേരുന്നു PC ജോർജ്. സ്വാഗതം സാർ. നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ഞാൻ പലതവണ സാറിൻ്റെ അഭിമുഖം എടുത്തിട്ടുണ്ട്, സാറിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ എനിക്കൊരു സർജറിയൊക്കെ വേണ്ടി വന്നത് ഞാൻ വിശ്രമിക്കുമ്പോഴാണ് പഴയൊരു വീഡിയോ എടുത്തു നോക്കാനിടയായത്. ആ വീഡിയോയിൽ നമ്മൾ ബിനീഷ് കൊടിയേരിയുടെ കാര്യം ഉന്നയിച്ചാണ് തുടങ്ങിയതെങ്കിലും ശിവശങ്കരൻ അങ്ങനെ ബിരിയാണി ചെമ്പ്, പിൻവാതിൽ നിയമം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ അഭിമുഖത്തിൽ ചർച്ച ചെയ്യുകയുണ്ടായി. പക്ഷേ അതൊരു ഇമ്പാക്റ്റായി മാറുകയാണ്. ഇപ്പം സാറ് എനിക്കൊരു പ്രത്യേകത, സാറിനോട് കൂടുതൽ ഇൻറ്റിമസി വരാനുണ്ടാകുന്ന കാരണം ഇതാണ്. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സഹകരണ ബാങ്കിൻ്റെ നിക്ഷേപിച്ച തുക കിട്ടാതെ പാലാ കുരിശുപള്ളി കവലയിൽ റിലേ സത്യാഗ്രഹം നടത്തിയപ്പോൾ വാർത്താ മലയാളം എന്ന ചാനൽ 2 ദിവസമായിട്ട് 8 മണിക്കൂറാണ് ആ റിലേ സത്യാഗ്രഹം നയിച്ചത്. അന്ന് സാറാണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം കടന്നു വന്നത്. ശരിയല്ലേ? അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട്, കടന്നു പോകാൻ സമയമില്ല. മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാം. ചരിത്രം പറയാം. അതായത് ഇപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഷോൺ ജോർജ് കൊടുത്ത ഒരു പരാതിയാണ്. അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. ഷോൺ ജോർജ് പരാതി കൊടുത്തപ്പോൾ പിണറായി വിജയന്റെ മന്ത്രിസഭയായിരുന്നല്ലോ അന്ന്. ഈ വീണ ജോർജ് മുഖത്ത് സാധാരണ ടിഷ്യൂ പേപ്പർ അല്ല, ഈ വെള്ളം കൂട്ടിയുള്ള വേർപ്പ് തുടയ്ക്കുന്ന ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടുന്ന ചരിത്രം മാതൃഭൂമിയുടെയോ അതേ മറ്റു ചാനലിലെയോ ഒക്കെ ഫയൽ പരിശോധിച്ചാൽ കാണാം. ബാക്കി പറഞ്ഞോളൂ. അതായത് പിണറായി വിജയന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പിണറായി വിജയന്റെ മകൾ, ആ കുട്ടി എക്സാജറി കമ്പനി ഒരു ജോലിയും ചെയ്യാതെ 1,78,00,000 രൂപ കർത്ത എന്ന വ്യക്തിയിൽ നിന്ന്